പ്രാണ മീഡിയ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പശ്ചിമോത്താനാസനം. അത് ചെയ്യേണ്ടുന്ന വിധവും അതിൻ്റെ ഗുണങ്ങളും. പശ്ചിമോത്താനാസനത്തിൽ ശരീരം മുന്നിലേക്ക് മടങ്ങിയിരിക്കുന്നതിനാൽ പുറംഭാഗത്തിന് സമഗ്രമായ വലിവ് ലഭിക്കുന്നു. ശരീരത്തിൻ്റെ പുറംഭാഗത്തിന് വ്യായാമം ലഭിക്കുന്നതിനാലാണ് ഈ ആസനത്തിന് പശ്ചിമോത്താനാസനം എന്ന പേര് നൽകിയിരിക്കുന്നത്. പശ്ചിമോത്താനാസനം ചെയ്യേണ്ട വിധം: ഇരുന്ന ശേഷം കാലുകൾ നിവർത്തി കൂട്ടിച്ചേർത്ത് വയ്ക്കുക. കാൽവിരലുകൾ ശരീരത്തിന് അഭിമുഖമായി ഇരിക്കണം. ശ്വസിച്ചുകൊണ്ട് രണ്ട് കൈകളും കാതുകൾക്ക് സമാന്തരമായി തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി നട്ടലിനെ കഴിയുന്നത്ര നിവർത്തുക. നട്ടലിൻ്റെ വലിവ് നിവർത്തിക്കൊണ്ട് ഉച്ഛ്വാസത്തോടെ അരക്കെട്ട് മുതൽ മുന്നോട്ട് വളഞ്ഞ് കൈവിരലുകൾ കാൽപാദങ്ങളിൽ തൊടുക. പുറംഭാഗവും കാലുകളും കഴിയുന്നത്ര നിവർന്നിരിക്കണം. കാൽവിരലുകൾ പിടിക്കാൻ കഴിയാത്ത പക്ഷം കാൽക്കുഴകളിലോ മുഴങ്കാലുകളിലോ പിടിച്ചാൽ മതിയാകും. മാറിടത്തെ ആവുന്നത്ര കാലുകൾക്ക് സമീപം കൊണ്ടുവരിക. പാദങ്ങൾ ചേർന്നും കാൽമുട്ടുകൾ നിവർന്നും ഇരിക്കണം. തുടക്കക്കാർ ദീർഘശ്വാസത്തോടെ 10 മുതൽ 30 സെക്കൻഡ് വരെ ഇങ്ങനെ ഇരിക്കുക. ഓരോ ഉച്ഛ്വാസത്തിലും കൂടുതൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. 2 മുതൽ 3 തവണ ഇത് ആവർത്തിക്കുക. പരിചയസമ്പന്നരായവർ പൂർത്തിയായ ആസനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കണം. തുടകളും കാൽവണ്ണകളും ആയാസരഹിതമായിരിക്കും. ശരീരത്തെ താഴ്ത്താൻ അമിതശക്തി ഉപയോഗിക്കരുത്. ശ്വസിച്ചുകൊണ്ട് ശരീരം പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. പശ്ചിമോത്താനാസനം ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ: പ്രമേഹ രോഗികൾക്ക് ഈ ആസനം മികച്ചതാണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ക്രമീകരിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. നാഡീവ്യൂഹം ഉത്തേജിക്കപ്പെടുന്നു. നട്ടലിന് വഴക്കം ലഭിക്കുന്നു. യുവത്വം കാത്തുസൂക്ഷിക്കപ്പെടുന്നു. നിത്യപരിശീലനം നട്ടലിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. സുഷുമ്നയിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നതിനും ഉദരാഗ്നി വർദ്ധിക്കുന്നതിനും അരക്കെട്ട് ഒതുങ്ങുന്നതിനും പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിനും ഈ ആസനം വളരെ അനുയോജ്യമാണ്.